ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡാണ്. ഗ്രേപ്സ് വെച്ചുള്ള ഒരു ഫുഡാണ്. അപ്പം നമുക്കത് നോക്കിയാലോ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രേപ്സ്, പച്ചമുന്തിരിയാണ്. അപ്പോൾ അതെ നമ്മൾ ഇത്തിരി ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ കഴുകി വെച്ചതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് എടുത്തിടാം. നല്ല കഴുകി വെച്ച മുന്തിരിയാണ് ഗൈസ്. വിനാഗിരിയോ അല്ലെങ്കിൽ ഉപ്പോ ഇട്ട് 1/2 മണിക്കൂർ കഴുകി വെച്ചിട്ട് 3-4 പ്രാവശ്യം വെള്ളത്തിയിട്ട് കഴുകിയതിന് ശേഷമേ നമ്മൾ ഈ മുന്തിരി എപ്പോഴും എടുക്കാവൂ. എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് നമ്മൾ വളരാറാകുമ്പോൾ വിഷം ചേർത്തിട്ടാണ് ഇത് തരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വിനാഗിരി ഇട്ട് കഴുകിയിട്ട് നമ്മൾ എടുക്കാവൂ. പണ്ട് ഞാൻ ഒരു ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എപ്പോഴും എല്ലാ ഫ്രൂട്ട്സും 1/2 മണിക്കൂർ വിനാഗിരി വെള്ളത്തിയിട്ട് വെച്ചതിന് ശേഷമേ നമ്മൾ ഏത് ഫ്രൂട്ട് എടുക്കാവൂ, പ്രത്യേകിച്ച് മുന്തിരി എപ്പോഴും 1/2 മണിക്കൂർ വെള്ളത്തിയിട്ട് കഴുകിയിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മളങ്ങനെ മുന്തിരി എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ചെയ്യുമ്പോൾ പച്ചമുന്തിരി എടുക്കാം ഗൈസ്. പച്ചമുന്തിരിക്ക് സീഡ്സ് കുറവാണ്, അതുകൊണ്ടാണ് എല്ലാവരും പച്ചമുന്തിരി കൂടുതൽ എടുക്കാറ്. പിന്നെ നമ്മുടെ എന്താണ്, അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കൊണ്ടുപോകാം. പച്ചമുന്തിരിയാണ്. അപ്പോൾ ഗൈസ് ഞാൻ എന്തൊക്കെയാണ് എടുത്തു വെച്ചേക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ? ദേ മുളക് പൊടി, ദേ എണ്ണ, ഓയില്, പിന്നെ 4 ചെറുനാരങ്ങയുണ്ട്. 4 പീസ്, 2 ചെറുനാരങ്ങയിലെ 4 പീസായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പീസ് ഞാൻ എടുക്കത്തുള്ളൂ, പുളിപ്പ് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു പീസ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പ്, പിന്നെ കായപ്പൊടി. പിന്നെ ഉപ്പും കായപ്പൊടിയും എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഉപ്പും കായവും ഇത്തിരി ഇടാവും, അല്ലെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു ടേസ്റ്റ് തോന്നിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പും കായവും കുറച്ചിടണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ ഞാൻ ഇത്തിരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സ്പൂണിലാണ് ഗൈസ്. മുളക് പൊടി ഞാൻ 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. 2 അല്ലെങ്കിൽ 3, ഓക്കെ 3 ടീസ്പൂൺ നമുക്ക് ഇടാം. ഉള്ളി ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞു ഗൈസ്, സ്പൂൺ എടുത്തില്ല വയ്ക്കാൻ മറന്നുപോയി. അത് നമ്മൾ വെച്ചിട്ട് ഇനി നമുക്ക് ഇടേണ്ടതെന്ന് പറയുന്ന ഉപ്പ് ഞാൻ സ്പൂൺ എടുത്തില്ല ഗൈസ്, ഞാൻ ഇങ്ങനെയാണ് ഉപ്പിടുന്നത്. അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഗൈസ്. വീഴുന്നില്ല, അപ്പം നമുക്ക് ഇത്തിരി കൂടെ തുറന്നു കൊടുക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ഇത്തിരി കൂടെ ഇടാനോ? ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇത്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കായപ്പൊടി ഇടാം. കായപ്പൊടി ഞാൻ ഇത്തിരി ഇടുന്നുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഗൈസ്. ഉപ്പ് ഇത്തിരി കൂടി പോകും, അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഗൈസ്. ഇത്തിരി കായപ്പൊടി. ഓക്കെ, അപ്പം ഇത്തിരി കൂടി ഇടാം. ഓക്കെ മതി. അപ്പം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഞാൻ ഒരു പീസേ ഇടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് അതിൻ്റെ നീരൊക്കെ അതിൽ വീത്തണം ഗൈസ്. എന്നാലേ നാരങ്ങയുടെ ഒരു ടേസ്റ്റാണ് ഏറ്റവും വലുത്. അപ്പോൾ ഞാൻ ഇത്തിരി നാരങ്ങയുടെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചു. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നതാണ് ഈ ഓയിൽ ഗൈസ്. ഓയിൽ ഞാൻ 2 ടീസ്പൂൺ, ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഒഴിക്കുന്നത് ഗൈസ്. 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റംസും കൂടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഗൈസ്. മുളക് കൂടെ ഒരിടത്ത് കൂടിപ്പോയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഇല്ല ഗൈസ്, നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഗൈസ്. എല്ലായിടത്തും ഒരേപോലെ പിടിക്കുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരിടത്ത് മാത്രം മുളക് കൂടി പോകും. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും കറക്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഇതേപോലെ മുന്തിരിയിൽ ഇത്തിരി മുളക് കൂടിപ്പോയി. താഴോട്ടൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഗൈസ്. താഴെയൊക്കെ ചിലപ്പോൾ മുളക് കൂടി പോകാൻ സാധ്യതയുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇവിടെ താഴെ അത്രയും വെള്ളം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ അപ്പോൾ നമ്മുടെ മിക്സിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് കണ്ടോ, നല്ല ഗ്രീനായിട്ട് ഇന്ന മുന്തിരി ഇപ്പോൾ ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡ് വന്നിട്ടില്ലേ ഇല്ലേ? അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞാൻ ഉണ്ടാക്കി ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഞാൻ കഴിക്കുന്നത്. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ഗൈസ്. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒന്നും പറയില്ല, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കഴിച്ചപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പം നമ്മൾ ഇത്തിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇട്ട് കൊടുക്കാവേ. ഓക്കെ, അപ്പം നമ്മൾ ഉപ്പ് എടുത്ത് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലായിടത്തും മിക്സ്
ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 or 1 minute നമുക്ക് ഒന്ന് സെറ്റ് ആകാൻ വെച്ചേക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടി പോയി എടുത്തോണ്ട് എന്നാലോ. വരൂ. ഇതെന്താണ് ഗൈസ്? പപ്പായ. ഇനി നമുക്ക് അവിടെ കൊണ്ടുപോയി ഒന്ന് ടേസ്റ്റ് ചെയ്തോ. ഇതൊരു കാര്യം അടുപ്പുള്ള വെച്ചു. അപ്പൊ നമുക്ക് കൊണ്ടുപോവാം. അപ്പൊ നമ്മുടെ പപ്പായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. റെഡ് ലേഡിയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. റെഡ് ലേഡി ആയതുകൊണ്ട് തന്നെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അമ്മയ്ക്കും കൂടെ കൊടുത്തു നോക്കിയാലോ. അമ്മ പറയുന്നത് അടിപൊളിയായിട്ടുണ്ടെന്നാണ്. എനിക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. ഇനി നമുക്ക് വേറൊരു ഐറ്റം കൂടി നോക്കിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുന്തിരി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇനി ഒന്നും കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചു നോക്കാം. അടിപൊളിയെ. പിന്നെ 2 ഫുഡ് ഐറ്റംസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പപ്പായ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ മുന്തിരി വെച്ചുള്ള ഐഡിയ അല്ലേ, അത് എല്ലാവരും മുന്തിരി വാങ്ങിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ. എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യണേ.